ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു കൂവാന സെഷനുമായിട്ടാണ് വന്നത്. കുറേ ആളുകൾ കുറേ ക്വസ്റ്റ്യനുകൾ എന്നോട് ചോദിച്ചിരുന്നു. ആൻസർ പറയാൻ എനിക്ക് സമയം കിട്ടില്ല. അപ്പം ഞാൻ വെച്ച് ഇപ്പം അങ്ങ് പഠനേക്കാന്നിപ്പോൾ കുറച്ച് ഫ്രീ ആയിപ്പോൾ. ഷിട്ടുക്ക് എത്ര മാസമായിരുന്നു കുറേ ആളുകൾ ചോദിച്ചിരുന്നു. എനിക്കിപ്പോൾ 9 മാസം കേട്ടോ ആയത്. പക്ഷേ ഇത് കുറച്ച് മുമ്പത്തെ വീഡിയോ ആയതുകൊണ്ട് എനിക്ക് നല്ലോണം കുത്തിച്ചാനൊന്നും ആവില്ല. ബോയ് ഫ്രണ്ട് ഉണ്ടോന്നോ? ഹിന്ദി ഇത് പഠിക്കാനോ? ബോയ് ഫ്രണ്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ വാഷിനെടുക്കാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ ഓരോരുത്തർ നോക്കലുണ്ട്. പക്ഷേ എല്ലാവരും സൂചി വെച്ച് വരുന്നതുകൊണ്ട് ഓരോച്ചിനെ ധരിക്കലായിരിക്കും. അപ്പോൾ ഒറ്റൊന്നും സെറ്റാവില്ല. അപ്പോൾ ഞാൻ വിചാരിക്കും ഇനി അടുത്ത വട്ടം പോകുമ്പോൾ സെറ്റാക്കാന്ന്. അതിനോട് സെറ്റാവാണ്ട് ഇപ്പോൾ ഞാൻ സിംഗിൾ തന്നെ ആണ്. ഇപ്പോൾ ഞാൻ പുതിയ ഷാനൊക്കെ ചെയ്യാൻ വെച്ചെങ്കിലും കണ്ടോ പേരിൻ്റെ കാര്യമൊക്കെ പറയുകയാണ് അവസ്ഥയാണ്. ഈ ദീദി ഷിത്തു വിളിച്ചു തുടങ്ങിയതുകൊണ്ട് ഇവരൊക്കെ എൻ്റെ പേരിടാൻ മറന്നുപോയി. പേരില്ലാണ്ട് ഇപ്പം എൻ്റെ വീട് ഷിത്തു തന്നെ. എല്ലാവരും ഷിത്തു മാത്രമേ വിളിക്കും. എന്ത് ചെയ്യാനാണ്? പിന്നെ കുറേ ആൾക്കാർ ഷിത്തുവിൻ്റെ ദശ എടുക്കലൊക്കെ ചോദിക്കുകയാണ്. ഈ ഡഷ് ചേച്ചി ദുബായിന്ന് വന്നപ്പോൾ ദോഷം വന്നപ്പോൾ കൊണ്ടുപോകും. പിന്നെ വേറെ ഡഷുകളൊക്കെ ഏതോ ഷോപ്പുകളിൽ നിന്നൊക്കെ പപ്പയും അമ്മയൊക്കെ വാങ്ങുന്നതാണ്. പിന്നെ വേറൊരു കാര്യം ഉണ്ട്. എൻ്റെ ഡഷൊക്കെ നല്ല ഷൂപ്പടെ നിൽക്കാണ്ട് മമ്മ അൽക്കുമ്പോൾ എടുക്കുന്ന ഒരു സാധനമുണ്ട്. ഇതാണ് ലെവലപ്പിൻ്റെ ബേബി ലിക്വിഡ് ഡിറ്റർജൻറ്റ്. ഇതിൽ ഹാർഷ് കെമിക്കൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ബേബീസിൻ്റെ സ്കിന്നിനാണെങ്കിലും നമ്മളെ സ്കിന്നിനാണെങ്കിലും സേഫ് ആണ്. ഇത് ആന്റി ബാക്ടീരിയൽ ആണ്. കൂടാതെ ഡ്രസ്സിലെ സ്റ്റെയിൻസ് പോക്കിയിട്ട് അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് നിലനിർത്താൻ ഹെൽപ്പ് ചെയ്യും. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡും ആണ്. ചെറിയൊരു ഫ്രാഗ്രൻസ് ഉള്ളതുകൊണ്ട് തന്നെ ബേബീസിന്റെ ഡ്രസ്സിന് ഒരു ഫ്രഷ് ഫീലും കിട്ടും. പ്രൊഡക്റ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കാം. അമ്മയ്ക്ക് ഇതൊക്കെ ഫുഡ് തരല് ചോദിക്കുന്നവരോട് അമ്മ എന്തോ ചോറും കഞ്ഞും പത്തിടും ദോശയൊക്കെ തരും. എനിക്ക് അതൊക്കെയാണ് ഇഷ്ടം. ഇപ്പം കഴിക്കാൻ മടിയാ. ഇതൊക്കെ മറിയനോടാണോ യശുവിനോടാണോ ഇഷ്ടം ചോദിക്കുന്നുണ്ട് കുറേ ആൾക്കാർ. എനിക്ക് രണ്ടാളെ ഇഷ്ടമാണ്. രണ്ടും തന്നെ വെടിപ്പിക്കുകയൊക്കെ ചെയ്യും. എന്നാലും എനിക്ക് നല്ല ഇഷ്ടമാണ് രണ്ടാളെ. അമ്മേനൊന്ന് എണീച്ച് കുത്തിപ്പിക്ക്. കുറേ ആൾക്കാർ എന്നെ ഗിവ് അവേ തരുമോ ചോദിക്കുന്നുണ്ട്. എനിക്ക് ചെടിയോട് പേടി ഉണ്ടാക്കാൻ അടുത്തില്ല. ഇനി ദീദി എങ്ങാനും കൊടുക്കോ വിചാരിച്ചിട്ട്. ഷിറ്റുവിൻ്റെ വീട് എവിടെയാണ് ചോദിക്കുന്നവരോട്. അതിപ്പോൾ ഷിറ്റുവാണ് അമ്മൻ്റെ വീടാണ് തച്ചമ്പോയിലുള്ളത്. ഇപ്പം ഞങ്ങളുടെ വീട് കത്തമ്മലാണ്. ഷിറ്റുക്ക് ഇപ്പോൾ ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ട് ഇപ്പം ഇങ്ങനെ കുറേ ഇങ്ങനെ കളിച്ചാനോ ഇങ്ങനെ കുറേ ചിരിച്ചാനോ ആശുവിൻ്റെ മടീൻ്റെ ഒക്കെ പിന്നെ ഇങ്ങനെ കളിച്ചാനോ ഒക്കെ എനിക്ക് ഇഷ്ടം. നീ എന്തൊക്കെയോ ക്വസ്റ്റ്യനുകൾ വായിക്കുന്നുണ്ട്. എനിക്ക് ചിരി വരുമ്പോൾ എന്തൊക്കെയോ അന്തത്തരങ്ങളൊക്കെ വായിക്കുന്നത്. ഞാൻ എങ്ങനെ അപ്പം അതിനൊക്കെ കാണിച്ചൊരു പടി ഈ ദീദിൻ്റെ ഒരു കാര്യം പക്ഷേ നോക്ക് ഓരോ ദീദി എന്തൊക്കെ പഠിയുന്നത് നോക്ക്. എനിക്ക് ചിരി വരുമ്പോൾ പഠിയുന്നതായിട്ട് എന്തൊക്കെയോ ഉണ്ട് പറഞ്ഞോണ്ടിരിക്കുന്നത്. ഷിറ്റു സ്കൂളിൽ പോകാനൊക്കെ ആയെന്ന് കുറേ ആൾക്കാരെ ചോദിച്ചിക്കോളോട് ഈ പഠിയാനുള്ളത് വെച്ചാൽ എന്താ സ്വന്തമായിട്ട് ഇങ്ങനെ നിൽക്കാൻ പോലും ആവില്ലേക്ക്. പിന്നെ ഞാൻ എങ്ങനെ സ്കൂളിലൊക്കെ പോകും. ഇതൊക്കെ ആടെ ഇങ്ങനെ മന്ദ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. പിന്നെ എൻ്റെ ഫേവറേറ്റ് കാർട്ടൂൺ എന്താ ചോദിച്ചോളൂ. ഞാനാകെ ഫോൺ ഇങ്ങനെ കളിച്ചാൽ നിൽക്കലേ ഉള്ളൂ. ഐഷോ മടിയാണെങ്കിൽ ഓടെ കാർട്ടൂണൊന്നും കാണാൻ സമ്മതിക്കില്ല. പിന്നെ ഞാൻ കുറച്ചേരത്തും പിടിച്ച് ഇങ്ങനെ ആയിട്ട് കളിക്കും. അതന്നെ. ദിദിയനിൻ്റെ എങ്കിലും ക്വസ്റ്റ്യനുകളുണ്ടോ? ഞാൻ ആൻസർ പറഞ്ഞു കൊഞ്ഞി എന്നോട് ഞാനില്ല എന്നിട്ടായിരുന്നു. ഇനി ഞാനും ഉമ്മച്ചും കൂടി മേത്തൽ മാമിൻ്റെ ആടെ കളിച്ചാൻ വേണ്ടിയിട്ട്. എൻ്റെ കൂവാനെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തില്ലേ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഇനി ഞങ്ങളെ പുതിയ വീഡിയോകൾ കാണാൻ വേണ്ടി ഷിറ്റൂസ് ഫാമിലി എടുത്ത് നോക്കിയാൽ മതി. ദീദി വീഡിയോ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഹൈലൈറ്റ് വീഡിയോ ഇടാം. അപ്പോൾ എല്ലാവരും ഓക്കെ ബൈ.